ജൂൺ 10 ചൊവ്വാഴ്ച. മത്തായി 5:13 മുതൽ 16 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്. ഉപ്പിനെയും വെളിച്ചത്തെയും കുറിച്ചുള്ള വാക്കുകളാണവ. അനുഗ്രഹ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ ദൗത്യം, വിളി, കർത്തവ്യം, ഉത്തരവാദിത്വം എന്നിവ എന്താണെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അല്പം ഉപ്പ് ധാരാളം രുചിയില്ലാത്ത ഭക്ഷണത്തിന് രുചി നൽകുന്നുവെന്ന് നമുക്കറിയാം. ഉപ്പ് മാംസത്തെ ജീർണതയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഉചിതമായി ഉപയോഗിച്ചാൽ ഉപ്പ് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പഴയ നിയമം അനുസരിച്ച് മൃഗങ്ങളുടെയോ ധാന്യങ്ങളുടെയോ യാഗങ്ങളിൽ അല്പം ഉപ്പ് ചേർക്കണമായിരുന്നു. അതിനാൽ ഉപ്പ് വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകമായി കണക്കാക്കാം. അപ്പോൾ നമ്മുടെ ലോകത്തെ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ക്രിസ്ത്യാനികളായ നമ്മുടെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അതിനെ ഭോഷത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ, അതിനെ വിശുദ്ധീകരിക്കാൻ, ദൈവത്തിന് അനുയോജ്യമായ ഒരു യാഗമാക്കി തീർക്കാനുള്ള ചുമതല നമുക്കുണ്ട്. ഉടനെ യേശു ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഉപ്പ് രുചിയില്ലാത്തതായി മാറിയാൽ, അതിൻ്റെ ഉറ കെട്ടുപോയാൽ അതിനെ വീണ്ടും ഉപ്പ് രസമുള്ളതാക്കാൻ എന്തിന് കഴിയും? അതായത് നമ്മെ ഇത്രയേറെ അനുഗ്രഹിച്ചിട്ടും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദൗത്യമുണ്ടായിട്ടും പിന്നീട് നാം പിന്തിരിഞ്ഞ് വീണ്ടും ലൗകികമായി മാറിയാലോ? ക്രിസ്ത്യാനി എന്ന യാഥാർത്ഥ്യം നിലനിർത്താതെ വെറും പേരിൽ മാത്രം ക്രിസ്ത്യാനി ആയാലോ? യേശുവിനോടുള്ള സ്നേഹം നഷ്ടപ്പെടാൻ നാം സ്വയം അനുവദിക്കുകയും നമ്മുടെ സ്വന്തം തെറ്റിലൂടെ അവനിൽ നിന്ന് വേർപെടുകയും ചെയ്താലോ? നമ്മുടെ വ്യക്തിപരമായ പെരുമാറ്റം സുവിശേഷത്തിൻ്റെ ഒരു ജീവസുറ്റ വൈരുദ്ധ്യമായി മാറുകയും യഥാർത്ഥത്തിൽ ഒരു എതിർ സാക്ഷിയായി പ്രവർത്തിക്കാൻ നാം നിർബന്ധിതരാകുകയും ചെയ്താലോ? അപ്പോൾ നാം ഒന്നിനും കൊള്ളാത്തവരായിത്തീരുന്നു. പുറത്തേക്ക് വലിച്ചെറിയപ്പെടാൻ മാത്രമേ സാധിക്കൂ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. തീർച്ചയായും ഈ വെളിച്ചം നമ്മുടേതല്ല, മറിച്ച് നമ്മിലുള്ള യേശുവിൻ്റെ വെളിച്ചമാണ്. അതിനാൽ നമ്മുടെ സ്വന്തം ജീവിതം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശ കിരണമായി മാറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മെ പൂർണ്ണമായും കൈവശപ്പെടുത്തുകയും നമ്മിൽ പൂർണ്ണമായി വസിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ദൈവിക വെളിച്ചം നമ്മിലൂടെ നമ്മുടെ ലോകത്തിൽ പ്രകാശിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.